ബഹുമാനപ്പെട്ട ഉസ്താദുമാരി, എൻ്റെ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഫറാസ്റ്റോയുടെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊച്ചു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് കുതിരപ്പള്ളിയുടെ പ്രാചിത്വം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ആഗോള ചക്രവർത്തിയായ സുലൈമാൻ നബിയുടെ കൊട്ടാരം. ജിന്നുകളും പിശാചുകളുമൊക്കെ ആയിരുന്നു അവിടുത്തെ പാറാവുകാർ. വെയിലും മഴയും ചൂടും തണുപ്പുമൊന്നും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരെല്ലാം സുലൈമാൻ നബിയുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയായിരുന്നു. ഒരു നിമിഷം പോലും അവർ വെറുതെ ഇരിക്കാതെ അവിശ്രമമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു നിമിഷം അവർ വെറുതെ ഇരിക്കേണ്ടി വന്നാൽ ആ നിമിഷം അവർ മുമ്പ് നിർമ്മിച്ചതെല്ലാം നശിപ്പിച്ചു കളയും. അതിനാൽ ഇടമുറിയാതെ ജോലി ചെയ്യാനുള്ള സംവിധാനമെല്ലാം സുലൈമാൻ നബി ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മധ്യാഹ്നത്തിൽ അവരുടെ ജോലി നേരിട്ട് പരിശോധിക്കാൻ സുലൈമാൻ നബി അവർക്കിടയിലേക്ക് ചെന്നു. തന്റെ മുന്തിയ തരം കുതിരകളെ തീറ്റുന്ന ജോലിയിലായിരുന്നു അവരുടെ വിഭാഗം. സ്വാഭാവികമായി അദ്ദേഹം അവിടെ നിന്നുപോയി. കുതിരയുടെ ചന്തവും മേന്മയും ആസ്വദിച്ച് എല്ലാം വിസ്മരിച്ച് അദ്ദേഹം അവിടെ കുറെ നേരം നിന്നുപോയി. താൻ പൊരിവെയിലെത്താൻ നിൽക്കുന്ന കാര്യം പോലും അദ്ദേഹം അറിഞ്ഞില്ല. മനസ്സ് നിറയെ കുതിരകളുടെ സൗന്ദര്യമായിരുന്നു. പിശാചുകൾ, ജിന്നുകൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയെല്ലാം അല്ലാഹു സുലൈമാൻ നബിക്ക് അടിമപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. നബിയുടെ വാക്കുകൾ ശിരസാവഹിക്കുന്നവയാണ് അവയെല്ലാം. അതുകൊണ്ട് തന്നെ നബിക്ക് അവയോടെല്ലാം പ്രത്യേകം സ്നേഹം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൃഗം അത് കുതിരയായിരുന്നു. കുതിരയെ നോക്കി കുറേ നേരം എല്ലാം മറന്ന് അദ്ദേഹം നിവൃത്തിയിൽ ലയിച്ചു. ഒരു മധ്യാഹ്നം മുതൽ സൂര്യാസ്തമയം വരെ അദ്ദേഹം ഒരേ നിൽപ്പ് തുടർന്നു. കുതിരപ്രേമമായിരുന്നു ഇതിനെല്ലാം കാരണം. ഒരു നിമിഷം പോലും അള്ളാഹുവിനെ വിട്ടുമാറാത്ത അദ്ദേഹം കുറെ നേരം അവിടെ നിന്നുപോയി. സൂര്യാസ്തമയം മുതൽ മധ്യാഹ്നം വരെ അദ്ദേഹം ഒരേ നിൽപ്പ് തുടർന്നു. അസർ നമസ്കരിക്കാൻ വരെ അദ്ദേഹം മറന്നുപോയി. നബി അള്ളാഹുവിനെ വിട്ടുപോയ സ്മരണയെ ഓർത്ത് നബി പശ്ചാത്തപിച്ചു. നബിയുടെ മനസ്സിനത് മന്ദിച്ചു. തന്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ താൻ ജീവന് തുല്യം സ്നേഹിച്ച കുതിരകളെല്ലാം അള്ളാഹുവിന് വേണ്ടി ത്യാജിക്കുകയാണ് ഉത്തമ മാർഗമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ താൻ ജീവന് തുല്യം സ്നേഹിച്ച കുതിരകളെല്ലാം ബലിയർപ്പിച്ചു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് ഗുണപാഠമാണ് തരുന്നത്? ഞാൻ പറഞ്ഞു തരാം. ഒരു നിമിഷം പോലും അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് അള്ളാഹുവിനെ മറന്ന അദ്ദേഹം ഇപ്പോൾ അള്ളാഹുവിന് വേണ്ടി കുതിരകളെ ബലിയർപ്പിക്കേണ്ടി വന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും.